ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിനു റോബിൻ. ഞാൻ തൃശ്ശൂർ രൂപതയിലെ ചെങ്ങാലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ അത്ഭുതങ്ങളുടെ ജപമാലയെ കുറിച്ചാണ് പറയുന്നത്. റിജോച്ചൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അത്ഭുതങ്ങളുടെ ജപമാലയെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. എൻ്റെ സഹോദരനും എൻ്റെ മോൾക്കും വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. 33 അത്ഭുതങ്ങളുടെ ജപമാലയിൽ ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അവന് വിവാഹ തടസ്സമായിരുന്നു. 3-4 വർഷമായിട്ട് അവന് വിവാഹം നടക്കുന്നുണ്ടായില്ല. അപ്പോൾ അവന് ചെറിയൊരു കുറവുണ്ട്, നട്ടെല്ലിന് ചെറിയൊരു വളവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് ആലോചന വന്നാലും ഈ കാര്യം പറയുമ്പോൾ വിവാഹത്തിന് തടസ്സമായിരുന്നു. ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 31ാമത്തെ അത്ഭുതങ്ങളുടെ ജപമാല കൂടിയപ്പോഴേക്കും അവൻ്റെ വിവാഹം നടന്നു. അതിൻ്റെ ഉള്ളിൽ 31ാമത്തെ അത്ഭുതങ്ങളുടെ ജപമാല ഞാൻ കാണുന്നതിന് മുമ്പ് 3 പ്രാവശ്യമായിട്ട് അവന് സഹകരണ ബാങ്കിലാണ് ജോലി. റാഫേൽ അച്ഛൻ അത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സഹകരണ ബാങ്കിൽ ജോലിയുള്ള ഒരു മോനെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. അഖിൽ എന്നാണ് എൻ്റെ സഹോദരൻ്റെ പേര്. അഖിലിനെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. നട്ടെല്ലിന് വളവുള്ള ഒരു മോനെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ 3ഉം അവനാണെന്ന് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. നല്ലൊരു ജീവിത പങ്കാളിനെ നൽകി ഈശോ അവനെ അനുഗ്രഹിച്ചു. സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ മോൾക്ക് കൊറോണയ്ക്ക് ശേഷം എല്ലാ മാസവും വീസിങ് പോലെ വരും. എപ്പോഴും ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട അവസ്ഥ. അപ്പം ഞാൻ ഈ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ ജപമാലയിൽ. 15ാമത്തെ എപ്പിസോഡ് ഞാൻ കാണുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെ അസുഖമുള്ള ഈ അലർജിയായിട്ട് ബന്ധപ്പെട്ട് അസുഖമുള്ള ഒരു മോളെ ഈശോ തൊട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനതെൻ്റെ മോളാണെന്ന് വിശ്വസിച്ചു. അതീപ്പൻ അവൾക്ക് അസുഖം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 10 മാസമായിട്ട് ഈ അസുഖം വന്നിട്ടുമില്ല. അന്തോണീസ് പുണ്യാളനും മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ. ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം.